ഹലോ ഫ്രണ്ട്സ്, ഗ്രേക്ക് സൈഡിൽ ഞങ്ങൾ കാണാൻ പോയ ആ ലക്ഷറി ഹൗസിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളും ഉള്ളിലേക്ക് എത്തി. അവിടെ നിന്നും ഇൻട്രൊഡക്ഷനൊക്കെ കേട്ട് ജോർജ് കുട്ടിക്ക് ആക്ടിവിറ്റിക്ക് ഒരു ബാഗും വാങ്ങി ഞങ്ങൾ നേരെ എത്തിച്ചേർന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. വലിയ ഒരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയും സ്റ്റാഫ് അന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജോസിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഉരലാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ ബേസ്മെൻറ്റിലേക്ക് പോയി. ഇത് അന്നത്തെ കാലത്ത് അവരൊരു സ്റ്റോറേജ് യൂണിറ്റായിട്ട് യൂസ് ചെയ്തിരുന്ന ഫ്ലോറാണ്. ഇവിടെ നിന്നും ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേളിലെ കിച്ചണിലേക്ക് എത്തിക്കാൻ യൂസ് ചെയ്തിരുന്ന ഒരു സംവിധാനമാണിത്. വീണ്ടും തിരിച്ച് നമ്മൾ മേളിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് വിശാലമായൊരു ഡൈനിങ് റൂമാണ്. ഈ കാണുന്ന ടേബിളും അതുപോലെ തന്നെ സൈഡിലുള്ള ഫയർ പ്ലേസുമാണ് ഈ റൂമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ബെഡ്റൂമുകളും ലൈബ്രറി എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് ഈ കാണുന്ന വലിയ ഗാലറിയിലേക്കാണ്. ഇവിടെ നമ്മൾ കാണുന്ന കളക്ഷനുകളെല്ലാം അന്നിവിടെ ജീവിച്ചിരുന്ന ആംസ്ട്രോങ് ഫാമിലിയുടെ തന്നെ ഹോബികളിൽപ്പെട്ടതാണ്. അതിൽ ജസൻകുട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ കണ്ട സ്റ്റഫ് ചെയ്ത ഒരു ബേർഡിനെയും അതിരിക്കുന്ന വാഴയിലയുമാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ പ്രധാന അട്രാക്ഷനുകളിലൊന്നാണ് 10 ടൺ ഇറ്റാലിയൻ മാർബിളിൽ തീർത്ത ഈ കാണുന്ന ഫയർ പ്ലേസ്. നോർമൻ ഷോ എന്ന കലാകാരനാണ് ആംസ്ട്രോങ് ഫാമിലിക്ക് വേണ്ടി ഇത് ഡിസൈൻ ചെയ്തത്. അതുപോലെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് ഈ വീട്ടിൽ. എല്ലാം നമുക്ക് ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ബൈ.